Good afternoon all. Good afternoon. Okay, class start ചെയ്യുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ജോബ് റെസ്പോൺസിബിലിറ്റീസിനകത്ത് 3 പേഴ്സൺസിന്റെയാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ 10 റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പേര് 10 റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ജസ്റ്റ് ഒന്ന് വായിക്കാനായിട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിവൈസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. Strategic planning, financial management, policy development and implementation, human resource management, facilities and equipment management, quality assurance and patient safety, community relation, risk management, information management and collaboration and leadership. 10 point ആണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചത്. 10 പഠിച്ചെല്ലാവരും പഠിച്ചോ? എക്സാമിന് തലേ ദിവസം പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ? ഓക്കെ, പഠിക്കാട്ടോ. പോയിന്റ്സുകൾ മാത്രം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കിയ അടുത്ത പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആ പേരിൽ തന്നെയുണ്ട്, ഔട്ട് പേഷ്യന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് പറഞ്ഞു അല്ലെ. പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക, മെഡിക്കൽ റിക്വയർമെന്റ് ആവശ്യമുള്ള പേഷ്യൻസിന് മുൻഗണനയൊക്കെ കൊടുത്തിട്ട് ഷെഡ്യൂൾ ചെയ്യുക. കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, പേഷ്യൻസ് കെയറിന് നല്ല രീതിയിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, ഫോളോ അപ്പുകളൊക്കെ ചെയ്യുക. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ആൻസറിങ് ഫോൺ കോൾസ് അല്ലെ. അവിടെ വരുന്ന ഫോൺ കോൾസുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, പേഷ്യൻസിനെ കറക്റ്റ് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്യുക. ദെൻ മാനേജിങ് പേഷ്യന്റ് ഇൻഫോർമേഷൻ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിലെ പേഷ്യൻസിന്റെ വിവരങ്ങൾ അല്ലെ, ഇൻഫോർമേഷൻസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻസും മെഡിക്കൽ ഹിസ്റ്ററി ഇൻഷുറൻസ് ഒക്കെ കൈകാര്യം ചെയ്യുക. ദെൻ പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ്സ്, അതിൽ നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ വിവരങ്ങള് കോൺഫിഡൻഷ്യലി ആയിരിക്കണം അല്ലെ, രഹസ്യത്തിലായിരിക്കണം. അതുപോലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണ് മാത്രമേ അത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഹാൻഡിലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് അല്ലെ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളും പേപ്പർ വർക്കുകളൊക്കെ ഫിൽ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ കത്തിടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ് അല്ലെ, കസ്റ്റമറിനുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ അടുത്തത് നമ്മൾ നോക്കിയത് മെഡിക്കൽ സെക്രട്ടറിയെ കുറിച്ചാണ് അല്ലെ. മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ മെഡിക്കൽ പരമായിട്ട് അത്യാവശ്യം മെഡിക്കൽ ടെർമിനോളജിയിലും അതുപോലെ ക്ലിനിക് ലബോറട്ടറി പ്രൊസീജിയേഴ്സിലൊക്കെ അറിവുള്ള ഒരു വ്യക്തിയായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് നമ്മൾ നോക്കി, ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുക, സ്ക്രീനിങ്ങിലൊക്കെ അസിസ്റ്റ് ചെയ്യുക, ദെൻ ഷെഡ്യൂളിംഗ് ഒക്കെ ചെയ്യുക, ഫിസിഷ്യന്റെ ഡെയിലി വർക്കുള്ള ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ എന്താണ്, കളക്ട് പേഷ്യന്റ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, റെക്കോർഡ് സൂക്ഷിക്കുക. ദെൻ പേഷ്യൻസ് ഫിസിഷ്യന്റെ കലണ്ടർ, അതായത് ഓരോ ഡേറ്റ് അനുസരിച്ചിട്ടുള്ള കലണ്ടർ ഒക്കെ റെഡിയാക്കുക, ഹിസ്റ്റോറിക്കൽ റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഡാറ്റാബേസ് ബാക്കപ്പ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാ പറയുന്നത്, പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. ദെൻ സപ്ലൈസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇൻവെന്ററി ഒക്കെ നിലനിർത്തുക. എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങള് അല്ലെ, യൂസർ മാനുവലൊക്കെ നോക്കിയിട്ട് പ്രവർത്തിപ്പിക്കുക. ദെൻ മെയിൻ്റെനൻസ് ക്വാളിറ്റി, ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 3 വ്യക്തികള്, 3 പേഴ്സൺസ്, അവരുടെ ഡ്യൂട്ടീസ് ആണ് നോക്കിയത്. വായിച്ചായിരുന്നു നിങ്ങൾ ഇത്രയും? കുറെ പേര് വായിച്ചിട്ടുണ്ടാവില്ല ഈ കൂട്ടത്തില് അല്ലെ. ജസ്റ്റ് ഞാൻ ഒരു വായിച്ച് ചെയ്തത് മാത്രം. അപ്പൊ 3 വ്യക്തികളാണ് നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ പറഞ്ഞു, അതുപോലെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, ദെൻ മെഡിക്കൽ സെക്രട്ടറി. ഓക്കെ, ഈ 3 ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? 3 ജസ്റ്റ് പോയിന്റുകളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന അടുത്തൊരു പേഴ്സൺ ആണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത്
ജോബ് സമ്മറി ആൻഡ് OPD ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. അപ്പൊ ഔട്ട്പേഷ്യന്റ് സെക്രട്ടറിനെ നമ്മൾ കണ്ടു അല്ലെ, സെക്രട്ടറിയുടെ കുറെ ഡ്യൂട്ടീസ് ഒക്കെ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് എക്സിക്യൂട്ടീവ് ആണ്, ഔട്ട്പേഷ്യന്റ് എക്സിക്യൂട്ടീവ്. നിങ്ങൾ പേരുകൾ മാറിപ്പോകരുത് കേട്ടോ, കാരണം ഏകദേശം റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒരേപോലെയൊക്കെ തോന്നാം ഇല്ലേ, ഈക്വലായിട്ട് ഒരേപോലെ തോന്നുന്നില്ലേ വായിക്കുമ്പോ, തോന്നലുണ്ടോ? സെക്രട്ടറിയുടെ എക്സിക്യൂട്ടീവിന്റെ ഒക്കെ വായിക്കുമ്പോഴേ ചിലതൊക്കെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാം. സോ നന്നായിട്ട് വായിക്കണം, മാറിപ്പോകരുത്. ഓക്കെ, നോക്കാം. ജോബ് സമ്മറി ആൻഡ് OPD ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ OPDയിലെ എക്സിക്യൂട്ടീവ്, നമുക്കറിയാം എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോ അവരെന്തൊക്കെയായിരിക്കും ജോലി ചെയ്യുക? എക്സിക്യൂട്ടീവ് ഹോസ്പിറ്റലിൽ മാത്രമല്ല, അല്ലാതെ മറ്റു ഫീൽഡിൽ നമ്മൾ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. മാനേജ് ചെയ്യും, അവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് സൂപ്പർവൈസ് ചെയ്യാം, ഒന്ന് മേൽനോട്ടം വഹിച്ചിട്ട്. അയാൾക്ക് വലിയ വർക്കൊന്നും ഉണ്ടാവില്ല അല്ലെ, എല്ലാവരും ഒന്ന് മേൽനോട്ടം വഹിച്ച് എല്ലാവരും അവരുടെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിൽ നടക്കാം അല്ലെ. അത്രേ ഉള്ളൂ ശരിക്കും ഡ്യൂട്ടി. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The OPD executive plays an important role in supervising the operations of the outpatient department in a hospital. Underline ചെയ്യാട്ടോ. OPD executive എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ സൂപ്പർവൈസ് ചെയ്യുകയാണ് OPDയിലെ ഓപ്പറേഷൻസുകളെ, അതായത് പ്രവർത്തനങ്ങളെ, OPDയിൽ വരുന്ന നടക്കുന്ന പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക എന്നതാണ് മെയിൻ റോള് ആരുടെ? OPD എക്സിക്യൂട്ടീവിന്റെ. നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ നിന്നുകൊണ്ട് ബാക്കി എല്ലാവരും അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടോ, സ്റ്റാഫുകളും അല്ലെ നല്ല രീതിയിലൊക്കെ OPDയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, മീൻസ് ഒന്ന് മേൽനോട്ടം വഹിക്കുക. അതാണ് OPD എക്സിക്യൂട്ടീവിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ചധികം ഡ്യൂട്ടീസ് ഉണ്ട് കേട്ടോ, നോക്കാം. ഫസ്റ്റ് വൺ, മാനേജിങ് ദ OPD സ്റ്റാഫ് അല്ലെ, അതായത് OPDയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക. മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യുക, അവരുടെ വർക്കൊക്കെ അവർ പെർഫെക്റ്റ് ആണോ, ടൈമൊക്കെ കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരൊന്ന് എന്ത് ചെയ്യുക, കൺട്രോൾ ഒക്കെ ചെയ്യുക. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യൻസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുക. മൂന്നാമത്തത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക, പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. നാലാമത്തെ റെസ്പോൺസിബിലിറ്റീസ് കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ OPയിൽ മാത്രമല്ല മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ വർക്ക് കോർഡിനേറ്റ് ചെയ്യാണ്, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒത്തൊരുമിച്ചിട്ടൊന്ന് പ്രവർത്തിക്കുക. അല്ലാതെ ഞാൻ OPDയിലാണെന്ന് പറഞ്ഞ് OPDയിൽ മാത്രമല്ല മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ കൂടി വർക്കുകളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. Then fifth one, ensuring patient satisfaction. രോഗികളുടെ സംതൃപ്തി ഉറപ്പുവരുത്തുക. സംതൃപ്തി ഉറപ്പുവരുത്തണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? അതിന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുക, പേഷ്യൻസിന്റെ ആവശ്യാനുസരണം അല്ലെ, എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പ് നൽകുക. ഓക്കെ, ഫസ്റ്റത്തെ 5 പോയിന്റ് പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 5 പോയിന്റ് സിമ്പിൾ ആണ്, ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് 5 പോയിന്റ് വായിക്കാം, നെക്സ്റ്റ് 5 പോയിന്റ് നോക്കാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം കേട്ടോ. 6th പോയിന്റ്, മാനേജിങ് ദ ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ബഡ്ജറ്റിനെ മാനേജ് ചെയ്യുകയാണ്. ഇപ്പൊ OPDയിലാകുമ്പോൾ അടുത്ത ബഡ്ജറ്റ് ഉണ്ടാകും. ബഡ്ജറ്റ് എന്ന് പറയുമ്പോ എന്താണ് ബഡ്ജറ്റ്?
ഇവിടുത്തെ ചിലവുകളും വരുമാനവും കൂടിയൊക്കെ നോക്കിയിട്ട് അല്ലെ ഇപ്പൊ എക്യുപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനുണ്ടാകും അല്ലെ അങ്ങനെ ഒത്തിരി ചിലവുകളൊക്കെ വരുന്നുണ്ട്. സോ ആ ബഡ്ജറ്റിലേക്ക് മാനേജ് ചെയ്യുകയാണ്, അതായത് ബഡ്ജറ്റിലെ മാറ്റങ്ങളൊക്കെ വരുത്തുക അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. Then seventh one, developing and implementing policies and procedures. പുതിയ പുതിയ പോളിസീസുകൾ, അതായത് നയങ്ങളും നടപടികളൊക്കെ കൊണ്ടുവരിക, ഡെവലപ്പ് ചെയ്യുക, അതോടൊപ്പം തന്നെ അത് ഇംപ്ലിമെന്റിങ് ചെയ്യുക, നടപ്പിലാക്കുക അല്ലെ. പുതിയ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. Then eighth one, ensuring the smooth functioning of the OPD area. OPD-യിലെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉറപ്പു നൽകുകയാണ്. അതായത് അദ്ദേഹത്തിന് മീൻസ് OPD-യിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതാണല്ലോ. സോ നല്ല മീൻസ് സ്മൂത്ത് ആയിട്ട് തന്നെ OPD പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഉറപ്പ് നൽകുകയാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്റ്റാഫുകളെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഡോക്ടേഴ്സിന്റെ സേവനം കൃത്യസമയത്ത് ലഭ്യമാണോ, കറക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ഒക്കെ പാലിക്കുന്നുണ്ടോ, ഇത് ഉറപ്പുവരുത്തുക. സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് ഉറപ്പുവരുത്തുക. Then supervising appointment scheduling for different consultant അല്ലെ. അതായത് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഡിഫറെന്റ് കൺസൾട്ടന്റിന്, ഇപ്പൊ OPD-യില് ഡിഫറെന്റ് ആയിട്ടുള്ള കൺസൾട്ടന്റ് ഉണ്ടാവുമല്ലോ ഡോക്ടേഴ്സ്. അപ്പൊ അവർക്കായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുകയാണ്. അതായത് അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസ് ഒക്കെ കയറുന്നുണ്ടോ, ഇനി മുൻഗണനയുള്ള പേഷ്യൻസ് ആണോ കയറുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ടോക്കൺ നമ്പർ എടുത്തത് അതനുസരിച്ചിട്ട് തന്നെയാണ് ഈ പേഷ്യൻസ് അവിടെ കീപ്പ് ചെയ്യുന്നതൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. ചിലപ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ, പേഷ്യൻസ് തമ്മിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സംഭവിക്കാറുള്ളതല്ലേ. അപ്പോയിന്റ്മെന്റ് എടുത്തവരുണ്ടാകും, ചിലപ്പോ വൈകി വന്നവരുണ്ടാകും, നേരത്തെ വന്നവരുണ്ടാകും. അപ്പൊ ചിലപ്പോ അവര് കറക്റ്റ് നമ്പർ ഒന്നും നോക്കാതെ കേൾക്കുന്നവരൊക്കെ ഉണ്ടാകാം, ഉണ്ടോ അങ്ങനെ. അപ്പൊ എന്ത് ചെയ്യും, പേഷ്യൻസുകൾ തമ്മിൽ പരസ്പരം പ്രശ്നങ്ങൾ വരും അല്ലെ. ഞങ്ങള് നേരത്തെ വന്നതാണ്, ഞങ്ങൾ ഓൾറെഡി തലേ ദിവസം ചീട്ടെടുത്തതാണ്, എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്നേക്കാം. വരാറില്ലേ ഹോസ്പിറ്റലില്? എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടാണോ തീർന്നത്? ആണോ? ഭയങ്കര തിരക്കുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാലോ അല്ലെ. നമ്മള് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്ടം പോലെ കേറും അല്ലെ. നമ്മൾ ചിലപ്പോ അത്രയും നേരം വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് വെറുതെ ആകും. നമ്മളെയും കഴിഞ്ഞു വന്ന ആൾക്കാർ ചിലപ്പോൾ ആദ്യം പേര് കാണും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ നേഴ്സിനോടൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്തിട്ട് സൂപ്പർവൈസ് ചെയ്യുക, അതൊരു മേൽനോട്ടം വഹിക്കുകയാണ്. പേഷ്യൻസ് കൃത്യമായിട്ട് കയറുന്നുണ്ടോ, പേഷ്യൻസ് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. Then 11th point, 10th point കേട്ടോ, ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ. ഡോക്ടേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷനും ചെക്ക് ചെയ്യാണ്. അതായത് കൃത്യമായിട്ട് ഡോക്ടേഴ്സ് OP-യിൽ വരുന്നുണ്ടോ, കൺസൾട്ട് ചെയ്യുന്നുണ്ടോ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഡോക്ടർമാർ നൽകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അവരെയും കൂടി എന്ത് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. Then 11th one പറയുന്നത് ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. ഗ്യാതറിംഗ് ഫീഡ്ബാക്ക് ഫോംസുകൾ കളക്ട് ചെയ്യുക. ഗ്യാതറിംഗ് മീൻസ് കളക്ട് ചെയ്യുക, സ്ക്രൂട്ടിനൈസിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷ്മ പരിശോധന നടത്തുകയാണ്. എന്താണ് ഈ ഫീഡ്ബാക്ക് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്? മോണിറ്ററിംഗിൽ നമ്മൾ പഠിച്ചതാണ്. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നോക്കുന്നത് എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം രീതിയിലൂടെയാണ് നമ്മൾ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കുക? സർവേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞ് പഠിച്ചോ? ഒരു 100 പ്രാവശ്യം നമ്മൾ അതിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. 100 അല്ല 10 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. സർവേകൾ നമ്മൾ എടുക്കുന്നതാണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അറിയുന്നതിന്, ഫീഡ്ബാക്ക് ലഭിക്കാൻ. സോ ആ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ഫോംസ് നമ്മൾ സർവേ ചെയ്യില്ലേ, ആ ഫോമുകൾ കളക്ട് ചെയ്യുക. എന്നത് സ്ക്രൂട്ടിനൈസിംഗ്, സൂക്ഷ്മ പരിശോധന നടത്തുക. എന്തിന് പരിശോധന നടത്തുന്നത്? അവിടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ, അപ്പൊ നമുക്ക് എന്താണ് അവിടെ ഇംപ്രൂവ്മെന്റ്സ് കൊടുക്കാൻ പറ്റുന്നത്, അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സൂക്ഷ്മ പരിശോധന നടത്തുക, then അത് കളക്ട് ചെയ്യുക. ഓക്കെ. Then 12th one, dealing with the complicated issues and reporting to the manager. കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അതിന് ഡീൽ ചെയ്യുക. ഇപ്പൊ പേഷ്യൻസ് തമ്മിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സാപരമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിലൊക്കെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് ഡീൽ ചെയ്യുക. അതോടൊപ്പം തന്നെ റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ, മാനേജറിന് റിപ്പോർട്ട് ചെയ്യുക. Then next one, as greeting patient and visitors. പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഗ്രീറ്റ് ചെയ്യുക. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ കാണാറില്ലേ, എക്സിക്യൂട്ടീവ്സ് നിൽക്കുന്നുണ്ടാവും ഫ്രണ്ടിൽ തന്നെ, നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ഗ്രീറ്റ് ചെയ്യല്ലേ അല്ലേ.
കണ്ടിട്ടുണ്ടോ? അല്ലെ? ഇപ്പൊ എന്താണ് എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഏത് മീൻസ് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിസിറ്റേഴ്സ് ആയിരിക്കാം അല്ലെ? അപ്പോ നമ്മളിവിടെ വന്നിട്ട് എവിടേക്കാണ് പോകേണ്ടത്, നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും അല്ലെ? നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മളുടെ ഇങ്ങോട്ട് വന്നിട്ടാണ് അവരെ ഗ്രീറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ റിക്വയർമെന്റ്സ് അവർ ചോദിക്കാറുണ്ടോ അങ്ങനെ എക്സിക്യൂട്ടീവ്സ്? ചോദിക്കാറുണ്ടാവും. വെൽ ഡ്രസ്ഡ് ഒക്കെ ആയിട്ടുള്ള നല്ല എക്സിക്യൂട്ടീവ്സ് ഒക്കെ നിൽക്കുന്നുണ്ടാവും ഹോസ്പിറ്റലിൽ ഫ്രണ്ടിൽ തന്നെ, എൻട്രൻസിൽ തന്നെ ഉണ്ടാകും. ഇനി ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ഇങ്ങനെയുള്ള എക്സിക്യൂട്ടീവ്സ് നിങ്ങളോട് വന്ന് ഗ്രീറ്റ് ചെയ്ത് നിങ്ങളോട് നിങ്ങളുടെ മീൻസ് റിക്വയർമെന്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ അവരായിരിക്കും എക്സിക്യൂട്ടീവ്. വേണമെങ്കിൽ ജസ്റ്റ് ചോദിച്ചു നോക്കിക്കോളൂ, എക്സിക്യൂട്ടീവ് ആണോ അല്ലെങ്കിൽ താങ്കൾ ഏത് പൊസിഷനാണ് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക്, നമ്മൾ പഠിക്കുന്നതല്ലേ, സോ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു അനുഭവം അത് വേറെ ഒന്ന് തന്നെയല്ലേ, ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത് ചുമ്മാ ടെക്സ്റ്റൈൽസിൽ കണ്ടിട്ട് ടെക്സ്റ്റൈൽസിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ OPD എന്ന് പറഞ്ഞത് മാത്രം, പക്ഷെ എല്ലാത്തിലും നമുക്കൊരു എക്സിക്യൂട്ടീവ് ഉണ്ട് ഏതൊരു വിഭാഗത്തിലും അല്ലെ? ടെക്സ്റ്റൈൽസിലാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്ത് വരും, ഇതുപോലെ മീൻസ് ഒരു നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്താണ് സാർ അല്ലെങ്കിൽ എന്താണ് വേണ്ടത് അല്ലെ, പിന്നെ ഫ്ലോറിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഫ്ലോറിലേക്ക് വിടും. അങ്ങനെയല്ലേ ടെക്സ്റ്റൈൽസിലൊക്കെ ചെയ്യുന്നത്, ആണോ? അതുപോലെ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിനെ അവര് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, then next നോക്കാം, ഡയറക്റ്റിംഗ് down to appropriate professionals അല്ലെ? അതായത് appropriate professionals ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത്, അപ്പൊ നമ്മൾ അവരോട് ഇന്ന ഡോക്ടറെ കാണുന്നത്, ഓക്കെ അപ്പൊ നമുക്ക് ആ ഡോക്ടറിന്റെ റൂം എവിടെയാണ്, ലെഫ്റ്റ് സൈഡിൽ പോകുക അതൊക്കെ പറഞ്ഞാൽ വഴി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു, ഡയറക്ട് ചെയ്യുന്നു നമ്മളെ. Then registering new patients, പുതിയ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവര് എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, പത്താമത് തുടങ്ങി നമ്മളിപ്പോ വായിച്ച 15 വരെ ഒന്ന് വായിച്ചു നോക്കാം. എത്ര വരെയാണ് നമ്മൾ വായിച്ചത്? ഫസ്റ്റത്തെ 5 പോയിന്റ് ഇല്ല ഞാൻ വായിപ്പിച്ചത്, ആണോ? അപ്പൊ അത് കഴിഞ്ഞിട്ട് 6th 1 തുടങ്ങി 15 വരെ വായിക്കാം കേട്ടോ. 15 വരെ പറഞ്ഞിട്ടുണ്ട്, അതുവരെ ഒന്ന് വായിക്കാം. ഒരുപാടുണ്ടല്ലോ, ഒരുമിച്ച് വായിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വായിക്കാം. 15ാമത്തെ പോയിന്റ് വരെ വായിച്ചു. ഫസ്റ്റ് തുടങ്ങി വായിച്ചോളൂ. 1ാമത്തെ തുടങ്ങി 15ാമത്തെ പോയിന്റ് വരെ വായിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. 16 നോക്കാം. Taking part in practice meetings and training courses and ensuring compliance with health and safety procedures. അല്ലെ? ടേക്കിംഗ് പാർട്ട് ഇൻ അതായത് പങ്കെടുക്കുകയാണ്. ഇപ്പൊ പ്രാക്ടീസ് മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ ട്രെയിനിങ് കോഴ്സുകളിലും പങ്കെടുക്കുക. Then
ensuring compliance with health and safety procedures. ഈ ട്രെയിനിങ്സുകളിലും മീറ്റിങ്ങുകളിലും ഇദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ഒരു നല്ലൊരു ആരോഗ്യവും അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ ഉറപ്പുവരുത്തുക. അതായത് പേഷ്യൻസിനും മറ്റുമായിട്ട് ഹെൽത്ത് ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെ നടപടികൾ ഉറപ്പുവരുത്തുക. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം മീറ്റിംഗ്സുകളിലും ട്രെയിനിങ്ങുകളിലും പങ്കെടുക്കുന്നത്. സോ എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എന്താ സ്മൂത്ത് ആക്കാൻ വേണ്ടി എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ട് കോഴ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്ത് മീറ്റിംഗ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, പേഷ്യൻസിന്റെ ആരോഗ്യ സുരക്ഷ ഏർപ്പാടാക്കുന്നു. അതായത് പ്രൊസീജിയേഴ്സ് നടപടികൾ എടുക്കുന്നു, സുരക്ഷാ നടപടികൾ അദ്ദേഹം ഉറപ്പു നൽകുന്നു. Then next one, furthermore, the OPD executive is accountable for checking that everything in OPD area is in its correct place. അല്ലേ? അതുപോലെ തന്നെ OPD എക്സിക്യൂട്ടീവ് ഉത്തരവാദിത്തമുണ്ട് എന്തില്ല, ചെക്കിംഗ് ദാറ്റ് എവറിത്തിങ് ഇൻ OPD ഏരിയ ഇസ് ഇൻ ഇറ്റ്സ് കറക്റ്റ് പ്ലേസ്. കറക്റ്റ് ഓർഡറിൽ തന്നെയാണോ OPDയിലെ പ്രവർത്തനങ്ങൾ പോകുന്നത്, അല്ലെ? വർക്കിംഗ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന്. ഓരോ ഏരിയകളും OPDയിലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയ വരുമ്പോൾ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ടും തന്നെയാണോ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ensuring that there are no item left over by previous shift receptionist. എന്താണ് പറയുന്നത്? No item left over by the previous shift receptionist. അതായത് OPDയിലെ എല്ലാ OPDയിൽ വരുന്നതാണല്ലോ റിസപ്ഷനിസ്റ്റ്. ഓർമ്മയുണ്ടോ? റിസപ്ഷനും എൻക്വയറി ഒക്കെ OPയിൽ വരുന്നതാണ് അല്ലെ? അപ്പോ ഈ റിസപ്ഷനിസ്റ്റ് പ്രീവിയസ് ആയിട്ടുള്ള വർക്കുകളെല്ലാം പ്രീവിയസ് ഷിഫ്റ്റ് റിസപ്ഷനിസ്റ്റിന്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് എവിടെയെങ്കിലും ഈ ഒരു പോയിന്റ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ നോക്കട്ടെ കേട്ടോ. പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുവരെ എവിടെയാണ് പഠിച്ചത്? ഒരാൾക്ക് മാത്രം ഓർമ്മയുള്ളൂ. ഈ സെയിം പോയിന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എടുത്തത് ഞാനാണെന്ന് അറിയില്ല. ഫ്രണ്ട് ഓഫീസില് അൻവർ മാത്രം ഇപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധയുള്ളോ? ബാക്കി എല്ലാവർക്കും ഓർമ്മ പോയോ? എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ഓഫീസ് എടുത്തിട്ട് ആരായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടാവുമല്ലോ. ഫ്രണ്ട് ഓഫീസ് ഞാനല്ലാന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, എങ്കിലും അശ്വതി മാം ആണ്. ഓക്കെ, ഏത് മിസ്സായിട്ടുണ്ടെങ്കിലും ഓർമ്മ ഉണ്ടാവുമല്ലോ. അതില് പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? റിസപ്ഷനിസ്റ്റ്. ഇപ്പൊ നമ്മൾക്കറിയാം റിസപ്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡേ ഷിഫ്റ്റ് ഉണ്ടാകാം, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാകാം അല്ലെ? അപ്പൊ ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ ആളുകള് അവരുടെ ടൈം കഴിയുമ്പോൾ അന്നത്തെ പേയ്മെന്റ്സുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കണക്കൊക്കെ റെഡി സെറ്റ് ആക്കി വെച്ചിട്ടാണ് അടുത്ത ആള് അടുത്ത ഷിഫ്റ്റിൽ കയറുന്നത്. ആണോ? അങ്ങനെ ഒരു പോയിന്റ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ ഓർമ്മ വന്നോ? ബാക്കിയുള്ളവർക്ക് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ കുറച്ചുകൂടെ ഓർമ്മ വന്നല്ലേ അല്ലെ? അതായത് അവര് കയറുന്നു. ഇപ്പൊ മോർണിംഗ് 8 to 6 PM ആണെങ്കിൽ ആ 6 PM വരെയുള്ള എല്ലാ കാൽക്കുലേഷൻസുകളും കൃത്യമാക്കി ഷിഫ്റ്റുകൾ 3 ഷിഫ്റ്റ് ഉണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. സോ ആ ഒരു ടൈമിൽ നിന്നവര് അവരുടെ ഡ്യൂട്ടീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് അടുത്ത ആൾക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുവാൻ. ഓക്കെ, ആ ഒരു കാര്യങ്ങളോട് ഉദ്ദേശിക്കുന്നത് അതായത് പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞു പോയ റിസപ്ഷനിസ്റ്റ് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതേ. ദെൻ അടുത്ത പോയിന്റ് നോക്കുക. They direct patients to the payment counter to make their case paper, ensuring smooth and efficient process. So they direct patients to payment counter. Patients in a payment counter direct ചെയ്യുന്നു. അറിയില്ലാത്തവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. Then to make their case paper, ensuring smooth and efficient process. കേസ് പേപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് പേയ്മെന്റ് ഒക്കെ ഇല്ലേ, നമ്മൾ ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്യില്ലേ, അത് സ്മൂത്ത് ആയിട്ടും പെട്ടെന്ന് എഫിഷ്യന്റ് ആയിട്ടും ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, പേയ്മെന്റ് ബില്ല് ചെയ്യാനായിട്ട് കാണിച്ചു കൊടുക്കുന്നു. ദെൻ അത് അവർ നമ്മോടൊപ്പം തന്നെ വന്നുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ ബില്ല് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വൺ ഓവറോൾ ആയിട്ട് പറയുന്നതിനെ overall the OPD executive is necessary for ensuring that the outpatient department runs efficiently, providing high quality care to patients while also managing cost and maintaining regulatory compliance.
നോക്കാം. അപ്പോ മൊത്തത്തില് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സിനെയും കൂടി ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ OPD എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നെസസറി ആണ്. എന്തിന്? ഫോർ എൻഷുറിങ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഇഫക്റ്റീവ്ലി എഫിഷ്യന്റ്ലി, അല്ലെ? അതായത് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് കാര്യക്ഷമമായിട്ട് റൺ ചെയ്യണമെങ്കിൽ, അല്ലെ, മൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹം ഇത്രയും OPDയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു, അല്ലെ? മീൻസ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ എന്താ സൂപ്പർവൈസ് ചെയ്തത് അദ്ദേഹമാണ്. സോ OPDയിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ റോള് ഏറ്റവും അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രൊവൈഡിങ് ഹൈ ക്വാളിറ്റി കെയർ ടു പേഷ്യൻസ്, അല്ലെ? പേഷ്യൻസിന് ഏറ്റവും ഉയർന്ന നല്ലൊരു നിലവാരത്തിലുള്ള ഒരു പരിചരണമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വൈൽ ഓൾസോ മാനേജിങ് കോസ്റ്റ് മെയിൻറ്റെയിനിങ് റെഗുലേറ്ററി കംപ്ലയൻസ്, അതായത് അതോടൊപ്പം തന്നെ ഉയർന്ന നല്ലൊരു രോഗി പരിചരണം നൽകുന്നു, OPD പ്രവർത്തനങ്ങളെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാനേജിങ് കോസ്റ്റ് ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ്, അതായത് നിയമങ്ങളൊക്കെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ കോസ്റ്റ് മാനേജ് ചെയ്യുന്നത്, അവിടെ വരുന്ന കോസ്റ്റ് ചിലവുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബഡ്ജറ്റ്, അല്ലെ? ഇപ്പൊ OPDയുടെ ആ ഒരു വിഭാഗത്തിൽ വരുന്ന ബഡ്ജറ്റ് ചിലവുകളും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് ഓവറോൾ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് പോയിന്റിലെ. അപ്പോ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഭാവിയില് നിങ്ങൾ ഈ കോഴ്സ് ഒക്കെ പഠിച്ച് ചിലപ്പോ ഹോസ്പിറ്റലിൽ എക്സിക്യൂട്ടീവ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യില്ലേ? ചെയ്യോ എല്ലാവരും? എല്ലാവരും നമ്മൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? അല്ലെങ്കിൽ ചുമ്മാ പഠിക്കാൻ വേണ്ടി മാത്രമാണോ? ഇരുന്നപ്പോ പഠിക്കാൻ തോന്നി അതുകൊണ്ട് ഈ കോഴ്സ് എടുത്തതാണോ? അല്ല, അല്ലെ? ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. നമുക്ക് തന്നെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ വേണം. ടീച്ചറോടൊക്കെ പറയാറില്ലേ കുറച്ച് മോട്ടിവേഷൻസുകള്? പറയാറില്ലേ? എപ്പോഴും മോട്ടിവേഷൻ പറയാൻ ടൈം ഒന്നും കിട്ടണില്ല എങ്കിലും ഞാൻ പറയാറുണ്ട്, അല്ലെ? നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ ആഗ്രഹം മാത്രമല്ല, ആഗ്രഹത്തിലോട്ട് എത്തണം. അതിനുവേണ്ടി മാക്സിമം പറ്റാവുന്നത് നമ്മൾ ചെയ്യണം. ഓക്കെ, വെറുതെ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുകയല്ല. നിങ്ങള് എക്സാം ഒക്കെ പാസ്സായി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, നിങ്ങൾ മാക്സിമം ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ പോകാതിരുന്നിട്ട് നമ്മുടെ ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ ജോലി തേടി വരില്ല. അങ്ങനെയാണോ? ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെയും തേടി ജോലി വരില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എവിടേക്കാണോ നമ്മുടെ അവസരങ്ങൾ ഉള്ളത് അവിടെ എല്ലാം നമ്മൾ പങ്കെടുക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ജയവും തോൽവിയൊക്കെ ഉണ്ടാകും, അല്ലെ? നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് നിങ്ങൾ പോകും. വേണ്ട, ടെൻഷൻ വേണ്ട, ഫ്രീ ആയിട്ട് പോകാം, ഫ്രീ മൈൻഡ് ആയിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ റിസൾട്ട്, അങ്ങനെ വിചാരിച്ചിട്ട് വേണം നമ്മൾ പങ്കെടുക്കാൻ. ദെൻ പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും ചിന്തിക്കാം. ഓക്കെ, നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് നേടാൻ പറ്റും. ചിലപ്പോൾ അതിന് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റെഡി ആവണമെന്നൊന്നും ഇല്ലാലോ. പക്ഷെ നമ്മൾ ഇതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യുക മാത്രമല്ല, നമ്മൾ പരിശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും തന്നെ നല്ലൊരു ജോലിയിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. അപ്പൊ എക്സിക്യൂട്ടീവ്, അല്ലെ? അപ്പൊ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഭാവിയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു OPD എക്സിക്യൂട്ടീവ് ആകാം, അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, അല്ലെ? ഇനി നമ്മളെ ജോലിയിൽ കയറാൻ മാത്രമല്ല കേട്ടോ. നിങ്ങളിപ്പോ എന്താണ് ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമല്ലോ. ഒരു ഹോസ്പിറ്റൽ വർക്കിൽ കയറണമെങ്കിൽ നമ്മൾക്ക് ജയിക്കണം, എക്സാമിന് മാർക്ക് വേണം, അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ, ഇതാണ് നമ്മുടെ മെയിൻ കാര്യം, അല്ലെ? അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങള് ഇവിടെ നിങ്ങൾ എക്സാം എഴുതി പാസ്സാവാൻ വേണ്ടി മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടത് കേട്ടോ. അതായത് ഇപ്പോ മേ ബി നിങ്ങളോട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ എക്സാമ്പിൾ ഇങ്ങനെ ചോദിച്ചൂടെ? നിങ്ങളൊരു OPD എക്സിക്യൂട്ടീവ് ആയിട്ടാണ് OPD എക്സിക്യൂട്ടീവ് ആയിട്ടാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ? നിങ്ങൾ എന്തൊക്കെ ജോലികൾ ചെയ്യും? ചോദിക്കില്ലേ? അപ്പൊ ഈ പോയിന്റ്സുകളൊക്കെ വായിക്കുമ്പോൾ അതിനും കൂടി വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പൊ OPD എക്സിക്യൂട്ടീവിന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. മീൻസ് റെസ്പോൺസിബിലിറ്റീസ്. ലാസ്റ്റ് വായിച്ചില്ല, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. 15 വരെയല്ലേ നമ്മൾ വായിച്ചത്. ദെൻ അടുത്ത പോയിന്റുകൾ കൂടി ഒന്ന് വായിച്ചു നോക്കാം. പെട്ടെന്ന് വായിക്കാം കേട്ടോ പോയിന്റ്സുകൾ.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ. Then next അടുത്ത പേഴ്സൺ ആണ് നോക്കാൻ പോകുന്നത്, ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. ഇനി അടുത്ത വ്യക്തിയാണ് കേട്ടോ, പേഷ്യന്റ് കൗൺസിലർ. കൗൺസിലർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്താണ് കൗൺസിലർ ചെയ്യുന്നത്. കൗൺസിലർ എന്ന് പറയുമ്പോൾ ആരാണ് കൗൺസിലർ? കോമൺ ആയിട്ടുള്ള കൗൺസിലറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കൗൺസിലർ അല്ലെ, കൗൺസിലിംഗ് എന്ന് പറയും, മെന്റൽ സപ്പോർട്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാം. മോട്ടിവേഷൻ. പ്രശ്നങ്ങളുള്ളവർക്ക് മാത്രം കൗൺസിലിംഗിന് പോകാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ടോ? എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർക്കാണോ കൗൺസിലിംഗിന് പോകുന്നത്? അല്ല, അല്ലെ? നമുക്ക് തന്നെ ഒരു എന്താ പറയാ, നമ്മുടെ മൈൻഡ് ഒരു റിഫ്രഷ്മെന്റിനൊക്കെ നമുക്കൊരു കൗൺസിലിംഗ് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെ? അതോടൊപ്പം തന്നെ ഇതുപോലെ മോട്ടിവേഷൻസ് ഒക്കെ നൽകാനും നമുക്കൊരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് ഒക്കെ നല്ലതാണ്. ആരെങ്കിലും കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ടോ? കൗൺസിലിംഗിന് പോയിട്ടുണ്ടോ? ആരുമില്ല. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പേഷ്യന്റ് കൗൺസിലർ ആണ്, അല്ലെ? ഹോസ്പിറ്റലിലുള്ള പേഷ്യന്റ് കൗൺസിലർ ആണ്. നോക്കാം, എ പേഷ്യന്റ് കൗൺസിലർ ഓൾസോ നോൺ ആസ് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയസോൺ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പേഷ്യന്റ് കൗൺസിലർ അറിയപ്പെടുന്ന മറ്റു പേരാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയസോൺ. ലിയസോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? ഒരു മധ്യസ്ഥൻ അല്ലെങ്കിൽ ഒരു ബന്ധം, ഒരു പേഷ്യന്റും ഒരു എന്താ മധ്യസ്ഥനായിട്ട് നിൽക്കാനൊക്കെ പറയില്ലേ, അത്. ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who works keenly with the patients and their families to extend emotional support. അല്ലെ? അപ്പൊ ഇവിടെ പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുമ്പോൾ പേഷ്യൻസിനും ഫാമിലിക്കും സപ്പോർട്ട് ചെയ്യും, ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. Then education and advocacy, അല്ലെ? അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അതുപോലെ അഡ്വക്കസി മീൻസ് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു. The job description of a patient counselor normally includes the following responsibilities. ഇനിയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് പറയാൻ പോകുന്നത്. സിമ്പിൾ ആണ് കേട്ടോ. നോക്കാം, 7 റെസ്പോൺസിബിലിറ്റീസ് ആണ്. 7 ഉള്ളത്. ഓക്കെ, 7 റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതില് ഫസ്റ്റ് വൺ നോക്കാം, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. അഡ്വക്കസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പൊ നമ്മള് നിർദ്ദേശങ്ങളോ ഇപ്പൊ നമുക്ക് ഇങ്ങനെ മോട്ടിവേഷൻസ് ഒക്കെ തരാറുണ്ട്. നമ്മള് എന്താ പറയാ, ഇപ്പൊ ഒരു കോഴ്സ് തന്നെ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല, കരിയർ ഗൈഡൻസ് എന്നൊക്കെ പോലെ കേട്ടിട്ടുണ്ടോ? താഴെ നിർദ്ദേശങ്ങള്, ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെ? നമ്മളോട് എന്താ പറയാ, അഡ്വക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പറയില്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങള്. ഒപ്പം പറയാ, നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരാം, അഡ്വൈസ് ചെയ്യുകയാണ്. ആ ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. ക്ലിയർ ആയോ? അഡ്വൈസ് ചെയ്യുക, നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരൂലേ, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആകും എന്ന് പറഞ്ഞിട്ട് അഡ്വൈസ്, നമുക്ക് മറ്റൊരാളൊരു അഡ്വൈസ് തരാം. ഓക്കെ, ഫസ്റ്റ് വൺ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. അല്ലെ, ഇമോഷണൽ സപ്പോർട്ട്. ഇമോഷണൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മലയാളത്തിൽ മലയാളം പറഞ്ഞ വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട്. ഒരു വിഷമസന്ധികളിൽ നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാനൊക്കെ നമ്മൾ പറയും, അല്ലെ? നോക്കാം, the patient counselor is accountable for providing emotional support to patient and their family. പേഷ്യൻസിനും പേഷ്യൻസിന്റെ ഫാമിലിക്കും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ഹിയറിംഗ് their concerns. എവിടെയാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്? കൺസേൺസ്. അവന്റെ കൺസേൺസ് എന്ന് വെച്ചാൽ എന്താണ്? ആശങ്ക, അല്ലെ? പേടി. ചിലപ്പോൾ നമുക്കറിയാം, ഹോസ്പിറ്റലിൽ പോയി ചിലപ്പോൾ ടെസ്റ്റുകളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ മാനസികമായിട്ടും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്, ഇല്ലേ? ഭയങ്കര ആശങ്ക ഉണ്ടാവും, അതിന് ട്രീറ്റ്മെന്റ് ചെയ്താൽ ശരിയാകോ, അല്ലെങ്കിൽ ഓക്കെ ആകോ എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ, ഒരു ആശങ്ക ഉണ്ടാകും. സോ അങ്ങനെയുള്ള സമയത്ത് അവരുടെ ആശങ്കകൾ കേൾക്കുക, അല്ലെ? അതായത് നമ്മൾ നമ്മുടെ വിഷമം മറ്റൊരാളോട് പറയുമ്പോൾ അയാൾ അതില് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിലും ഓക്കെ ഇത് ശരിയാകും, അല്ലെ? ആ ഒരു മീൻസ് അതിലൂടെ നമുക്കൊരു സപ്പോർട്ടാണ് കിട്ടുന്നത്, ആ ഒരു പറയുന്നതിലൂടെ. ആണോ? നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് എല്ലാവരോടും നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയില്ലയോ? നമ്മൾ മാനസികമായിട്ട് ഭയങ്കര തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഒരാളോട് പറയുകയാണ്, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ കഴിയുന്ന ഒരാളോട് നമ്മൾ പറയുമ്പോൾ ചിലപ്പോ ഒന്നുമില്ലെങ്കിലും അവര് പറയും എല്ലാം ശരിയാകുന്നേ, കുഴപ്പമില്ല, ഓക്കെ ആകും, അല്ലെ? ആ ഒരു വാക്കിലൂടെ നമുക്കൊരു സപ്പോർട്ട് അല്ലത്? ആണോ? മാനുഷികമായിട്ട് ചിന്തിക്കുന്ന കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത്? കോമൺ ആയിട്ട് ഞാൻ ചോദിച്ചതാ. സപ്പോർട്ട്, നമ്മളോട് അങ്ങനെ ഒരു വ്യക്തി ഓക്കെ ആകും, പ്രശ്നമില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം നമുക്ക് റെഡി ആക്കാം, അല്ലെ? ആ ഒരു വാക്ക് മതി നമുക്ക് സപ്പോർട്ടിന്.
സോ ഇവിടെ പറയുന്നത് പേഷ്യൻസിന് ചിലപ്പോൾ അവരുടെ ആശങ്കകൾ ഉണ്ടാകും. ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദ ഡയഗ്നോസിസ് ഓർ ഇൽനെസ്. അതാണ് ഞാൻ പറഞ്ഞത്. പേഷ്യൻസിന്റെ അസുഖത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ടെസ്റ്റുകളുടെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ ഭയങ്കര പേടി ഉണ്ടാകും അല്ലെ. നമുക്കത് ഓക്കെ ആകോ അല്ലെങ്കിൽ റെഡി ആകോ, അസുഖം മാറോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ ഉണ്ടാകും. സോ ആ ഒരു ടൈമിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് ചെയ്യുക. ക്ലിയർ ആയോ പോയിന്റ്? സിമ്പിൾ ആണ്. ഞാൻ കുറച്ചും കൂടി എന്താ പറയാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. Then second point, educating patient and families. ഫാമിലിനെയും പേഷ്യൻസിനെയും എഡ്യൂക്കേറ്റ് ചെയ്യുക. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options and other side of their care. പഠിപ്പിക്കാന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നതെല്ലാം ഉദ്ദേശിക്കുന്നത് ഫാമിലിനെയും അതുപോലെ പേഷ്യന്റിനെയും അവന്റെ രോഗനിർണയത്തെ കുറിച്ചും അല്ലെ, ഡയഗ്നോസിസ്, ടെസ്റ്റുകളെ കുറിച്ചും, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, എങ്ങനെയൊക്കെയാണ് ചികിത്സാ രീതികൾ, അതോടൊപ്പം തന്നെ സൈഡ് ഓഫ് ദെയർ കെയർ അല്ലെ, അതായത് എന്താണ് പരിചരണത്തിന്റെ വശങ്ങൾ എന്തൊക്കെയാണ് ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. പേഷ്യന്റിനും ഫാമിലിക്കും ചിലപ്പോൾ മെഡിക്കൽ പരമായിട്ട് അറിവുകളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും മെഡിക്കൽ പരമായിട്ടുള്ള അറിവുകൾ ഉണ്ടാകുമോ? നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് കുറച്ച് നമുക്ക് അറിയാത്ത കാര്യങ്ങളോട് നിങ്ങൾക്ക് കുറച്ച് അറിവുകൾ വന്നോ? അപ്പൊ കുറച്ച് എക്യുപ്മെന്റ്സുകൾ നമ്മൾ പുതിയതായിട്ട് പഠിച്ചു അല്ലെ. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ പുതിയൊരു അറിവിലേക്ക് എത്തിയോ? പഠിച്ചവർക്ക് എത്തിക്കാണോ കേട്ടോ. നിങ്ങൾക്ക് തീരെ അറിയില്ലാത്ത കാര്യങ്ങൾ, മെഡിക്കൽ ഗ്യാസ് അല്ലെ, ആണോ? അതൊക്കെ പുതിയൊരു അറിവല്ലേ നിങ്ങൾക്ക്? ആണോ? എന്തോ റിപ്ലൈ ഒന്നും ഇല്ലാലോ. പുതിയ അറിവുകൾ കിട്ടിയില്ലേ? എക്യുപ്മെന്റ്സുകളെ കുറിച്ച് പഠിച്ചു, നമ്മൾ കാണാത്ത എക്യുപ്മെന്റ്സുകള്. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ കാര്യങ്ങൾ പഠിക്കുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണോ? നമുക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലേ? എത്ര പേര് പറയാറുണ്ട് അങ്ങനെ? ഇത് എന്നതാണ് ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പൊ കോഴ്സില്, പറയാറുണ്ട് അങ്ങനെ? അങ്ങനെ പറയണം. കാരണം നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും നമുക്കൊരു വർക്കിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ലൈഫ് ലോങ്ങിൽ അത് ഉപകരിക്കും എന്തായാലും. ഓക്കെ, എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ അത് ലൈഫിലും കൂടി അത് പ്രാവർത്തികമാക്കണം. ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ വീട്ടില് നമ്മൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഡിസ്ചാർജ് സമ്മറി അല്ലെ, ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ആണോ? ഓക്കെ, ദെൻ അപ്പൊ എഡ്യൂക്കേറ്റ് ചെയ്യാവുന്നത്, അതായത് ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ എന്താണ് ഡയഗ്നോസിസ്, ചികിത്സാ വശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? മൂന്നാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. Advocating for patients. The patient counselor is accountable for advocating for patients and their families, helping them navigate the healthcare system and making sure that their needs are met. In the navigate navigate means എത്തിക്കുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നാവിഗേറ്റ് എത്തിക്കുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ പേഷ്യൻസ് കൗൺസിലർ എന്ന് പറയുന്നത് പേഷ്യൻസിനെയും ഫാമിലിയെയും അഡ്വക്കേറ്റ് ചെയ്യുക, മീൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹെൽപ്പിംഗ് ദം ഹെൽത്ത് കെയർ സിസ്റ്റം, ഒരു നല്ലൊരു ഹെൽത്ത് കെയർ സിസ്റ്റം, ആരോഗ്യ സംരക്ഷണ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക പേഷ്യൻസിനും പേഷ്യൻസിന്റെ ഫാമിലിക്കും. അതോടൊപ്പം മേക്കിംഗ് ഷുവർ ദാറ്റ് ദെയർ നീഡ്സ് ആർ മെറ്റ്, അവന്റെ ആവശ്യങ്ങള് മീൻസ് പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ ഉറപ്പാക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടെന്ന് പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുക. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ റിക്വയർമെന്റ്സ് നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. നെക്സ്റ്റ് വൺ, ഫോർത്ത് പോയിന്റ് നോക്കാം. പ്രൊവൈഡിംഗ് റിസോഴ്സസ്, ആവശ്യമുള്ള റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യുക. The patient counselor is accountable for providing patient and their family resource and information about support groups, financial assistance and other services that may be available to. അതായത് ആവശ്യത്തിനുള്ള റിസോഴ്സുകളും ഇൻഫോർമേഷൻസുകളും വിവരങ്ങളൊക്കെ കൊടുക്കാണ് പേഷ്യൻസിന്. അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ട് അവരെ അസിസ്റ്റൻസ് ചെയ്യുക.
അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ചില ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പേയ്മെന്റില്ല, അതായത് ചിലപ്പോ എന്തെങ്കിലും ഫീസ് കാര്യങ്ങളൊക്കെ ഇളവ് നൽകും അല്ലെ. ചിലപ്പോ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് ആണെങ്കിൽ ചിലപ്പോ അതിന് കുറച്ച് ഇളവുകളൊക്കെ ഫിനാൻഷ്യലി കൊടുക്കും. അതോടൊപ്പം തന്നെ ഇപ്പൊ ക്ലെയിമോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിന്റെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഓൾറെഡി അതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മുടെ ഇൻഷുറൻസ് കാര്യങ്ങൾ റെഡിയാക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫിനാൻഷ്യലി പരമായിട്ടുള്ള ഇൻഷുറൻസ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതാണ് പ്രൊവൈഡിംഗ് റിസോഴ്സസ് പറയുന്നത്. 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ 4 പോയിന്റ് വായിക്കാം. സിമ്പിൾ ആണ്, ഉള്ളിലുള്ള കാര്യം വളരെ എളുപ്പമാണ്. ഓക്കെ, വായിച്ചു നോക്കാം. 4 പോയിന്റ് വായിക്കാം കേട്ടോ. നിങ്ങൾ ആ ഹെഡ്ലൈൻ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ബാക്കി ഉള്ളിലുള്ളത് ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. 4 പോയിന്റ് വായിക്കാം കേട്ടോ. ഫസ്റ്റത്തെ 4 എണ്ണം, നെക്സ്റ്റ് നമുക്ക് അടുത്ത് പറയാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? 4 പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാട്ടോ. ചെയ്യാനുള്ളത് പെട്ടെന്ന് വായിക്കാം. Okay, next point നോക്കാം കേട്ടോ. Fifth one, coordinating care. The patient counselor is accountable for organizing care between healthcare providers and ensuring that patients receive the essential service and treatment. അല്ലേ? അതായത് എന്താണ് പറയുന്നത്? പേഷ്യന്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായി ചേർന്നുകൊണ്ട് പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസുകളും സേവനങ്ങളും ചികിത്സകളും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതായത് പ്രൊവൈഡേഴ്സ് കൊടുക്കുന്നുണ്ടോ എന്ന്, അതായത് സ്റ്റാഫുകളും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Then developing care plans. The patient counselor is accountable for developing care plans for patients. പേഷ്യൻസിന് വേണ്ടിയിട്ട് കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യാണ്. അതായത് അവരുടെ ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗത്തിൽ വരുന്ന കെയർ പ്ലാനുകൾ, പുതിയ പുതിയ ട്രീറ്റ്മെന്റ് രീതികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. വിച്ച് ഇൻക്ലൂഡ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ദയർ റിക്വയർമെന്റ്സ് ആൻഡ് ഗോൾസ്.
പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ അല്ലെ, അവരുടെ ആവശ്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതോടൊപ്പം ഗോൾസ്, അവരുടെ ലക്ഷ്യങ്ങൾ വേണം. ആൻഡ് വർക്കിംഗ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് നീഡ്സ് ആർ മെറ്റ്. അതോടൊപ്പം തന്നെ എന്ത് വേണം, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അവരുടെ ആവശ്യങ്ങൾ പാലിക്കുന്നുണ്ടോ, മെറ്റ് ചെയ്യുന്നുണ്ടോ, അതായത് ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്ന് കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. പുതിയ പ്ലാനുകൾ കൊണ്ടുവരിക, ആ പ്ലാനിലെ പേഷ്യൻസിന്റെ റിക്വയർമെന്റിന് ഉൾപ്പെടുത്താം, അവന്റെ ഗോൾസിന് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് ചേർന്ന് അവരതെല്ലാം കൃത്യമായിട്ടും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Then last one, monitoring progress. The patient counselor is accountable for monitoring patient progress. Patient's progress അവനെ വിലയിരുത്തുക, evaluating their needs, അവരുടെ ആവശ്യങ്ങൾ വിലയിരുത്തുക, and making adjustment to their care plan as necessary. ഇപ്പൊ പരിചരണത്തിൽ ട്രീറ്റ്മെന്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. 3 പോയിന്റ് വായിക്കാം കേട്ടോ. 5th, 6th, 7th കൂടി ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യണം. മൂന്ന് പോയിന്റ് വാങ്ങിച്ചോ? Then next അത് കൺക്ലൂഡ് ചെയ്യണേ. Overall, the role of a patient counselor is to extend the support and advocacy for patients and their families. പേഷ്യൻസിനും പേഷ്യന്റിന്റെ ഫാമിലിക്കും സപ്പോർട്ട് ചെയ്യുന്നു, അഡ്വക്കസി കൊടുക്കുന്നു. Helping them navigate the healthcare system and making sure that they receive high quality care. Means provide ചെയ്യുന്നത് ഒരു നല്ലൊരു ഹൈ ക്വാളിറ്റി കെയർ ആണ് പേഷ്യൻസ് സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. Strong communication skills, empathy and deep understanding of healthcare system and services are necessary for success in this role. അപ്പൊ ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്, അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്യൂട്ടി അദ്ദേഹത്തിന്റെ ജോബ് കൃത്യമായിട്ടും സക്സസ് ആവണമെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന സ്കിൽസ് ഉണ്ടായിരിക്കണം അല്ലെ. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ലോണം സംസാരിക്കാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കൗൺസിലർമാര് അല്ലെങ്കിൽ നിങ്ങൾ അവയർനെസ് ക്ലാസ്സുകളൊക്കെ കിട്ടാറുണ്ടോ? ക്ലാസ്സുകളൊക്കെ പഠിക്കുമ്പോഴേ അവയർനെസ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വരാറില്ലേ? വരാറുണ്ടോ? ചിലപ്പോ നമ്മുടെ എന്തൊക്കെ എക്സാമ്പിൾ പറയണെങ്കിൽ ഇപ്പോൾ ലഹരി വിമുക്ത ക്ലാസ്സുകള്, അങ്ങനെയുള്ള ക്ലാസ്സുകള്, അല്ലെങ്കിൽ കൗമാര ക്ലാസ്സുകള് അല്ലെ, അങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ അഡോളസൻസ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വരാറുണ്ട്. എങ്ങനെയായിരിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്? നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും ഇല്ലേ? അങ്ങനെയല്ല നമ്മൾ പറയാ കോമൺ ആയിട്ട് അല്ലെ, നല്ല ക്ലാസ് ആയിരുന്നു എന്ന് പറയും. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ സംസാരം അല്ലെ, കമ്മ്യൂണിക്കേഷൻ അല്ലെ. അപ്പൊ അത്യാവശ്യം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ എംപതി എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു ഇമോഷണൽ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കുക. ദെൻ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചും അവിടുത്തെ സേവനങ്ങളെ കുറിച്ചും നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടായിരുന്നാലും ഒരു കൗൺസിലർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു കൗൺസിലറിന്റെ ജോബ് സമ്മറി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് വരുന്നത് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക് ജോബ്സ്. ഓക്കെ, ഇനി ഒരു സെക്ഷനും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുള്ളൂ. നമ്മുടെ ക്ലാസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ബേസിക് സ്കിൽസും കൂടി ഉള്ളൂ. അത് നമുക്ക് മൺഡേ എടുക്കാം. മൺഡേ മതിയോ?
ഓക്കെ, മൺഡേ എടുക്കുക കേട്ടോ. ഇനി ഈ ഒരു സ്കിൽസും കൂടി വരുന്നുള്ളൂ, കാരണം ഇനി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആകില്ല. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് കൂടി നമുക്ക് വരുന്നുള്ളൂ നമ്മളുടെ ഈ ഒരു കോഴ്സ് അല്ലെ. ഇത്രയും കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു ഞാനാണ് കൂടുതൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത് അല്ലെ. നമ്മുടെ 6th ബാച്ചിൽ കൂടുതൽ ക്ലാസ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കാം അല്ലെ. അപ്പൊ ഇനി ഒരു മൺഡേ ചിലപ്പോൾ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കാം കേട്ടോ മൺഡേ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രമേ ഇനി മൺഡേ എടുക്കാനുള്ളൂ. ദെൻ പറ്റുവാണെങ്കിൽ നമുക്ക് ടൈം കിട്ടുമല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തിട്ടുള്ള നമ്മുടെ 3rd and 4th മൊഡ്യൂളിലുള്ള ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മതിയോ? വീക്കിൽ അത് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കയറുന്ന ക്ലാസ് 6th ആണ്. ഓക്കെ, ബാക്കി ക്ലാസ്സുകളിലൊക്കെ എന്തെങ്കിലും കൂടുതലും നിങ്ങളുടെ അടുത്ത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഒരു ക്ലാസ് കൂടി നമുക്കുണ്ട് കേട്ടോ. അപ്പൊ പഠിക്കുക, നിങ്ങൾ നല്ല രീതിയിലൊക്കെ പഠിക്കുക. ദെൻ നമുക്ക് ചെറിയൊരു റിവിഷൻ അല്ല, ഓരോ ചാപ്റ്റർ ബേസ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് കവർ ചെയ്യാം കേട്ടോ. ക്ലാസ് മിസ് ചെയ്യുന്നു, ഓക്കെ, അത്രയും മിസ്സിംഗ് വരുന്നുണ്ടോ? കുറച്ചേരത്തൊക്കെ എങ്ങനെയെങ്കിലും ക്ലാസ് കഴിഞ്ഞാൽ മതി എന്നായിരിക്കുമോ? അല്ല അല്ലെ? ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് സെക്ഷൻ കൂടി ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ, കാരണം പ്രീമിയംസിന്റെ ക്ലാസ് ആണല്ലോ. പ്രീമിയംസിന്റെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു. ദെൻ ഇനിയിപ്പോ എന്റെ ഒരു പോർഷൻ മാത്രം കംപ്ലീറ്റ് ആവാനുള്ളൂ. ദെൻ നിഷാംസിന്റെ ക്ലാസ്സും കൂടി അല്ലേ? ആണോ? നമ്മളുടെ ഒരു ചെറിയ പോർഷനും നിഷാംസിന്റെ ക്ലാസ്സും കൂടി അല്ലേക്കുള്ളൂ, ആണോ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ് ഇല്ല, ഓൾറെഡി പ്രീമിയംസിന്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി മൺഡേ ബാക്കി സെക്ഷൻ കൂടി എടുക്കും. ഓക്കെ, താങ്ക് യു.